ഹരി ഓം. ദശകം 25, ശ്ലോകം 6. ഭ്രാമ്യന്തന്തിജാധമം പുനരവി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാത് ദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ ഉത്ഖായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭനിർഭരകളദ്രക്താംബുബദ്ധോത്സവം പായം വായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ഗിരി പബ്ലിക്കേഷൻസിൻ്റെ ബുക്കിൽ രണ്ടാമത്തെ വരിയിൽ അത് ദോർഭ്യാം എന്നാക്കിക്കോണം. പദച്ഛേദം നോക്കാം. ഭ്രാമ്യന്തം ദിദിജ അധമം ദിദിജാധമം പുനഃ അപി പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാത്. ഭ്രാമ്യന്തം ദിദിജാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാത് ദ്വാരേ അധ ഊരു യുഗേ ദ്വാരേധോരുയുഗേ. അവിടെ ആ അധ അതിനാണ് പ്രശ്ലേഷ ചിഹ്നം വന്നിരിക്കുന്നത്. അത് ഒരുമിച്ച് പറയുമ്പോഴത്തേനും ദ്വാരേ അധ എന്ന് പറയണ്ട, ദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ വുത്ഖായ വക്ഷോഭുവി. ദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ വുഖായ വക്ഷോഭുവി നിർഭിന്ദൻ അധിഗർഭ നിർഭര ഗളത് രക്താംബു ബദ്ധ ഉത്സവം. നിർഭിന്ദന്നധിഗർഭ നിർഭരകളദ്രക്താംബുബദ്ധോത്സവം. അത് അവിടെ രക്താംബു വരെ ഒരു സമസ്ത പദമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിർഭിന്ദന്നധിഗർഭ നിർഭര ഗളത്ത് ഗളത്ത് രക്താംബു, അതാണ് ഗളത്ത് രക്താംബുവാണ് ഗളദ്രക്താംബു. ബദ്ധ ഉത്സവം ബദ്ധോത്സവം. പായം പായം ഉദൈരയഃ പായം പായമുദൈരയോ ബഹു ജഗത് സംഹാരി സിംഹ ആരവാൻ. പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ഭ്രാമ്യന്തന്തിജാധമം പുനരവി പ്രോദ്ഗൃഹ്യ ദോർഭ്യാഞ്ജവാത് ദ്വാരേധോരുയുഗേ നിപാത്യ നഖരാൻ ഉത്ഖായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭ നിർഭരകളദ്രക്താംബുബദ്ധോത്സവം പായം വായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ശ്ലോകം 6 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 5 പറഞ്ഞു നിർത്തി ആ ഹിരണ്യകശിപു വീണ്ടും വീണ്ടും ആ ഭഗവാന്റെ നരസിംഹമൂർത്തിയുടെ അടുക്കലേക്ക് വാളും പരിചയമൊക്കെ എടുത്തുകൊണ്ട് യുദ്ധത്തിനായിട്ട് വീണ്ടും ചെല്ലുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഭട്ടതിരിപ്പാടിന് ആശ്ചര്യം തോന്നുകയാണ്. എന്ന് വെച്ചാൽ ആ ലോകമായ ലോകത്തെ മുഴുവൻ പിടിച്ചു വിഴുങ്ങാൻ ആ ഒരുങ്ങിയിരിക്കുന്ന ഭഗവാന്റെ നേരെ പിന്നെ അവൻ ചെല്ലുന്നല്ലോ എന്നോർത്ത്. ഭ്രാമ്യന്തം ദിദിജാധമം. ഭ്രാമ്യന്തം വട്ടം തിരിയുന്ന, എന്ന് വെച്ചാൽ പിടികൊടുക്കാതെ വട്ടം തിരിയുന്ന ആ ദിദിജ അധമം, ആ അധമനായ ദൈത്യനെ, ആ അസുരനെ പുനഃ അപി ജവാത്, പുനഃ രണ്ടാമത് അല്ലെങ്കിൽ വീണ്ടും, അപി ജവാത് പൊടുന്നനവേ പെട്ടെന്ന് 2 കൈകൊണ്ടും ദോർഭ്യാം പ്രോദ്ഗൃഹ്യ മുറുകെ പിടിച്ചമർത്തിക്കൊണ്ട്. അപ്പോൾ വീണ്ടും പിടിക്കും, കൊതറിമാറും, പിന്നെയും വാളും പരിചയമൊക്കെ എടുത്തുകൊണ്ട് വരും, പിന്നെയും കൊതറിമാറും. അങ്ങനെ രണ്ടാമതും പൊടുന്നനവേ ആ 2 കൈകൊണ്ടും വാട്ടത്തിലങ്ങോട്ട് മുറുകെ അമർത്തി പിടിച്ചിട്ട് അധ ദ്വാരേ ഊരുയുഗേ നിപാത്യ. അധ ദ്വാരേ ഊരുയുഗേ നിപാത്യ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഉമ്മറപ്പടിമേൽ തൻ്റെ ഊരുയുഗേ എന്ന് പറഞ്ഞാൽ എന്താണ്, തുടകളിൽ നിപാത്യ മലർത്തി വീഴിച്ചിട്ട്. അപ്പോൾ ഉമ്മറപ്പടിയിൽ എന്ന് വെച്ചാൽ അകത്തുമല്ല പുറത്തുമല്ല, ഉമ്മറപ്പടിയിൽ. ഇപ്പോൾ ഉമ്മറപ്പടിയൊന്നും ഇല്ല, പണ്ട് ഉമ്മറപ്പടിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഉമ്മറപ്പടിയിൽ
ഊരുയുക, ഊരുക്കൾ എന്ന് പറഞ്ഞാൽ തുടകൾ, ആ തൻ്റെ തുടകൾ അങ്ങനെ പകുതി ഇരിക്കുന്ന മാതിരി, മുഴുവൻ തറയിലങ്ങ് ഇരുന്നില്ല, ചമ്മണം പോട്ടി ഇരുന്നില്ല, പകുതി ഇങ്ങനെ ഒന്ന് ഇരുന്നേച്ചാൽ ആ തൻ്റെ തുടകളിലേക്ക് അവനെ അങ്ങോട്ട് മലർത്തി വീഴ്ചിട്ട് വക്ഷോഭൂവി നഖരാൻ ബുദ്ഖായ നിർഭിന്ദൻ. വക്ഷോഭൂവി, വക്ഷോഭൂവി എന്ന് പറഞ്ഞാൽ മാറിടത്തിൽ, നഖരാൻ നഖങ്ങൾ അമർത്തി താഴ്ത്തി, ഉദ്ഖായ നിർഭിന്ദൻ മാറങ്ങോട്ട് വലിച്ചങ്ങോട്ട് പിളർന്നുകൊണ്ട്, അതിഗർഭ നിർഭരഗളദ്യക്താംബുബദ്ധോത്സവം പായം പായം. അതിഗർഭ നിർഭരഗളത്, ഉള്ളിൽ നിന്ന് അപ്പോഴത്തേന് ഈ നഖമെല്ലാം കൂടെ മടിയിലോട്ടങ്ങോട്ട് കിടത്തിയേച്ച്, മലർത്തി കിടത്തിയേച്ച്, തൻ്റെ ആ കൈകൾ അങ്ങോട്ട് കുത്തി ഇറക്കി, രണ്ട് കൈകളും നെഞ്ചിൽ ആ മാറിടത്തിലോട്ടങ്ങോട്ട് കുത്തി ഇറക്കി അങ്ങോട്ട് വലിച്ചു പിളർന്നു കഴിഞ്ഞപ്പോഴോ ഉള്ളിൽ നിന്ന് കൂട്ടുകൂടെ എന്താണ് ചാടിയത്? ചോര ചാടി. അത് രക്താംബു ബദ്ധോത്സവം വായം വായം, അത് ബഹുരസമായിട്ട് തുടരെ പാനം ചെയ്തുകൊണ്ട് ജഗത് സംഹാരി സിംഹാരവാൻ ബഹു ഉദൈരയഃ, ലോകങ്ങളെയെല്ലാം, ജഗത് ലോകങ്ങളെയെല്ലാം സിംഹാരവാൻ ഛിന്ന ഭിന്നമാക്കുവാനുള്ള ആ സിംഹനാദങ്ങളെ അങ്ങ് ധാരാളമായി പുറപ്പെടുവിച്ചു. ബഹു ഉദൈരയ, ജഗത് സംഹാരി സിംഹാരവാൻ ബഹു ഉദൈരയ. അപ്പം ദിതിജാധമം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? അപ്പോൾ ഓർത്തിട്ടതാണ്, ആ പ്രഹ്ലാദൻ്റെ നേരെ കാണിച്ച കടും കൈകളെയൊക്കെ ഓർത്തിട്ടാവാം അധമൻ എന്ന് പറഞ്ഞത്. ദിതിജ അധമൻ, അവൻ അധമനാണോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദ്വാരേ ഊരുയുഗേ, അതെന്താണ്? ദ്വാരേ ഊരുയുഗേ, അപ്പം അകത്തുമല്ല പുറത്തുമല്ല, ആകാശത്താണോ ആകാശത്തല്ല, എന്നാൽ നിലത്താണോ നിലത്തല്ല, വെള്ളത്തിലാണോ വെള്ളത്തിലല്ല, കരയിലാണോ കരയിലല്ല. അപ്പോൾ ഇവിടെ ഒന്നും വെച്ച് വെള്ളത്തിൽ പുറത്ത് വെച്ച് പാടില്ല, അകത്ത് വെച്ച് പാടില്ല, ആകാശത്ത് വെച്ച് പാടില്ല, നിലത്ത് വെച്ച് പാടില്ല, വെള്ളത്തിൽ വെച്ച് പാടില്ല, കരയിൽ വെച്ച് പാടില്ല, മനുഷ്യൻ പാടില്ല, മൃഗം പാടില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ വരം ചോദിച്ചിരുന്നത്. ഇവരാരും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ള വരമാണല്ലോ ചോദിച്ചത്. അതാണ് ആ നരൻ്റെയും സിംഹത്തിൻ്റെയും മൂർത്തിയായിട്ട് അവതരിച്ച് തറയിലുമല്ല ആകാശത്തിലുമല്ല തൻ്റെ തന്നെ തൊടയിലോട്ടങ്ങോട്ട് കിടത്തിയേച്ച്, പുറത്തുമല്ല അകത്തുമല്ല ആ ഇവിടെ എന്താ ഉമ്മറപ്പടിയേൽ നിന്നും കൊണ്ട് തൻ്റെ മടിയിൽ വെച്ചിട്ടാണ് പിന്നെ നെഞ്ച് പിളർന്ന് കൊന്നത്. ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, അങ്ങയുടെ ചുറ്റിലും നടന്നുകൊണ്ട് ആ യുദ്ധം ചെയ്യുന്നവനായിട്ടുള്ള അവൻ ദുർബുദ്ധിയല്ലേ, അതുകൊണ്ടാണ് ആ ദുർബുദ്ധിയായിട്ടുള്ള അസുരനെ അവിടുന്ന് വാതിൽപ്പടിയിലിരുന്നു കൊണ്ട് പിടിച്ച് തൻ്റെ മടിയിൽ മലർത്തി കിടത്തി, അവൻ്റെ നെഞ്ചത്ത് നഖങ്ങൾ കുത്തി ഇറക്കി മാറിടം പിളർന്നു. അത് കഴിഞ്ഞു ഉള്ളിൽ നിന്നും ഇടവിടാതെ അങ്ങോട്ട് ചോര ഒഴുകി. ആ രക്തത്തെ തുടരെ കുട്ടിച്ചുകൊണ്ട് ഉത്സാഹത്തോടുകൂടി ഈ അണ്ടകടാഹങ്ങളെ ഭേദിക്കും വണ്ണം അത്യുച്ചത്തിൽ ഘോരമായിട്ട് ഗർജനങ്ങൾ മുഴക്കി. പണ്ട് ഈ ഹിരണ്യകശിപു മന്ദരഗിരിയിൽ പോയി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കിയിട്ട് അദ്ദേഹത്തോട് വാങ്ങിയ വരം അനുസരിച്ചാണ് പകലോ രാത്രിയിലോ ദേവനാലോ മനുഷ്യനാലോ പക്ഷിയാലോ മൃഗത്താലോ ഭൂമിയാലോ ജലത്താലോ വെച്ച് യാതൊരു ആയുധങ്ങളാലും മരണം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ സന്ധ്യാസമയത്ത് മഹാവിഷ്ണു പകുതി മനുഷ്യനും പകുതി മൃഗവും എന്നുവെച്ചാൽ നരസിംഹം ആയിട്ടുള്ള രൂപമെടുത്ത് വാതിൽ പടിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ മടിയിൽ പിടിച്ചിരുത്തി ആ ആയുധമൊന്നും എടുത്തില്ലല്ലോ, കൈനഖങ്ങളാൽ മാറിടം പിളർന്ന് ഹിരണ്യകശിപുവിനെ കൊന്നത് എന്ന് പറയുന്നു. ഭ്രാമ്യന്തന്തിജാധമം പുനരവി പ്രോദ്ഗൃഹ്യ ദോർഭ്യാഞ്ജവാത് ദ്വാരേ ധോരുയുഗേ നിപാത്യ നഖരാന്നുത്ഖായ വക്ഷോ ഭുവി നിർഭിന്ദന്നതിഗർഭനിർഭരഗളദ്രക്താംബുബദ്ധോത്സവം
പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ.